ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ അതെ, ക്രിസ്മസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിന്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നലെയാണ് ഞങ്ങൾ ട്രീയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തത് അല്ല ചൈ. ഇന്നലെ രാത്രി ഞങ്ങൾ ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് ബിനീഷക്ക് ഈ കൊല്ലം ട്രീ വേണമെന്ന് പറഞ്ഞു. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എല്ലാ സമയവും കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ ഏത് സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ വന്നതാണെന്നൊക്കെ നിങ്ങൾക്ക് നല്ലോണം അറിയാല്ല. അതായത് ഒരു സ്റ്റാർ മാത്രം തൂക്കിയിട്ട് ഒരു ക്രിസ്മസ് ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട്. അത് ആ സ്റ്റാർ നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ ഇവിടെ ഏതിലാണ് നമ്മുടെ വേപ്പലല്ലേ, ആ വൈറ്റ്, അത് മാത്രമാണ് സ്റ്റാറില് ഒരു സീരിയസ് സെറ്റ് മാത്രം. ബാക്കി നമുക്ക് ഇല്ലാത്തൊരവസ്ഥകൾ ഉണ്ടായിരുന്നു. ഗൾഫിൽ വന്ന ടൈമില് നമ്മുടെ കയ്യില് എന്താ പറയാ, ഒരു പൈസ പോലും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ എല്ലാരും സ്റ്റാർ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടേക്കും. എനിക്ക് വല്ലാതൊരു വിഷമം കാര്യങ്ങളൊക്കെ നമുക്ക് പോയി വാങ്ങാൻ വന്നത് ഒരു രണ്ട് സീറ്റ് സെറ്റും ഒരു അല്ലേ, രണ്ടല്ല, ഒരൊറ്റ സീരിയസ് സെറ്റ് മാത്രമേ ഞങ്ങൾ ഇട്ടുള്ളൂ. കാര്യം വേറെ കയ്യിൽ അന്നേരം പൈസ ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ആ ഒരു ഈസ്റ്റർ, ആ ഒരു ടൈമില് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഈസ്റ്റർ വന്നപ്പോഴും അതെ, ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാഞ്ഞിട്ട് ടൈമില് നമ്മള് ആന്റണി സാറിന്റെ വീട്ടിൽ അത് ഇപ്പോഴും ഞങ്ങൾക്ക് മറക്കാൻ വേണ്ടി പറ്റില്ല. ചേച്ചി ചിലപ്പോ ഇപ്പൊ കാണാറുണ്ടാവും വീഡിയോ. ചേച്ചി കാണുമ്പോഴും ചേച്ചി ചിലപ്പോ അത് ഇപ്പൊ പറയുമ്പോഴായിരിക്കും ചിലപ്പോ അറിയണത് അല്ലെ. അതായത് അന്ന് ചേച്ചി ഫുഡായിട്ട് ഞങ്ങൾക്ക് വന്ന്, പക്ഷെ ഞങ്ങള് വീട്ടില് അന്ന് എന്തോ ഒരു ചോറും കുറച്ച് കറിയും മാത്രം ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ചോറും കുറച്ച് കറിയും ഇല്ല, കുറച്ച് കറി കുറച്ച് എന്തോ ബീഫ് എന്തോ 1/2 കിലോയോ 3/4 കിലോ എന്തോ വാങ്ങിയിട്ട് അത് എരിവിറച്ചി വിണ്ടാലിറച്ചില്ലേ, അതെന്തോ വെച്ചിരുന്ന. പക്ഷെ എന്റെ അറിവില് അതില്ല എന്നാണെന്നാണ് തോന്നണത്. വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിച്ച് അത് കഴിക്കാൻ വരുമ്പോഴത്തേക്കുമാണ് ചേച്ചി വന്നത്. ബിനീഷ് എന്ന് പറഞ്ഞ വിളിച്ചു. അപ്പൊ ഞാൻ ചെന്നപ്പോഴേക്കും ചേച്ചി ഒരു പാത്രത്തില് ചോറും കറികളുമായിട്ട് വന്നേക്കുന്നത്. അതായത് ഈസ്റ്ററിന് ഒരുപാട് കറികളായിട്ട് ആന്റിച്ചന്റെ വൈഫ് നമ്മുടെ വീട്ടിൽ വന്നു. ചിക്കൻ ഫ്രൈ, മീൻ കറി, ചെമ്മീൻ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. നമ്മൾ ആ ഈസ്റ്ററിന് ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. വിനീഷ ഭയങ്കര സങ്കടത്തിലായിരുന്നു. എന്ന് നമ്മുടെ തീരും ഈ ഒരു കഷ്ടപ്പാട് എന്നൊക്കെ എപ്പോഴും പറയും. എപ്പോഴും ചേച്ചിയോട് അയ്യോ ചേച്ചി ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയും. പക്ഷെ അത് വാങ്ങി ഞങ്ങൾ അന്നത്തെ ഈസ്റ്റർ ഉച്ചക്ക് ചേച്ചി വാങ്ങിച്ചു തന്ന ഫുഡാണ് ഞങ്ങൾ കഴിച്ചത്. കയ്യില് ഈ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ പോലെ ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അത് എല്ലാവർക്കും ഉണ്ടാവും, ഞങ്ങൾക്കും ആ ഒരു സിറ്റുവേഷൻ കടന്നു വന്നു. അപ്പൊ ഞങ്ങൾ അന്നത് ഇതായിട്ടുണ്ടായി. എന്നാണ് നമ്മുടെ ഈ ഒരു പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എന്നാലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പൊ നല്ല രീതിയിൽ പോകാൻ എന്തായാലും ദൈവം അനുഗ്രഹിച്ച് പറ്റുന്നുണ്ട് കേട്ടോ. പഴയ സീരിയസും പുതിയ സീരിയസും എല്ലാം ഇട്ട് നമ്മള് വീട് ആകെ നിറച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ബിനീഷ ഫുള്ള് സീരിയസ് സെറ്റിന്റെ പണിയിലായിരുന്നു കേട്ടോ, ഭയങ്കര. അപ്പൊ ബിനീഷ അപ്പൊ ഇന്നലെ രാത്രി സീരിയസ് സെറ്റ് സെറ്റ് ചെയ്തോണ്ട് പറഞ്ഞു, എന്റെ ഇച്ചായി നമ്മളൊരു സീരിയസ് സെറ്റ് ഇടാനായിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ട്. ഈ അങ്ങനെ ട്രീ മേടിച്ച് ഈ പ്രാവശ്യം ബിനീഷക്ക്. പിന്നെ നമ്മുടെ വീട് ഇപ്പൊ ഈ പകൽ സമയമല്ല, ഞാൻ രാത്രിത്തെ പോഷൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാട്ടാ. കാര്യം നമ്മുടെ വീട് നിറയെ അലങ്കരിച്ചിട്ടുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഇനിയും നമ്മള് മേളിൽ ഇപ്പൊ നമ്മള് ലേസർ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ട് കുഴപ്പമില്ലാതെ കൊണ്ട്. ബ്ലൂ മാത്രമേ ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് ബ്ലൂ ഇല്ല, ബാക്കി എല്ലാ കളറും ബ്ലൂ ഇല്ല. ബ്ലൂ വാങ്ങാൻ പറഞ്ഞത് ബ്ലൂ കളറാണ്. അപ്പൊ നമ്മള് പകൽ വെളിച്ചത്ത് നിങ്ങളെ കാണിച്ചു തരട്ടെ. കണ്ടത് ഇവിടെ കണ്ടത് ഇങ്ങനത്തെ ഒരു സ്റ്റാറിന്റെ ഒരു ഇത് നമ്മൾ ഒരു വീടിന്റെ ചുറ്റിലുണ്ട്. പിന്നെ ഒരു സ്റ്റാർ മാത്രം അവിടെ തൂക്കിയിട്ടുള്ളു. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മരത്തില് ഫുള്ള് വൈറ്റ് ആണ് ഇട്ടേക്കണത്. ഈ പേരമരത്തിൽ വാം ലൈറ്റ് ആയിട്ടാണ് ഇതിനകത്ത് ഇട്ടേക്കണത്. ഇത് ഈ ഒരു ട്രീ നിറയെ ഗ്രീൻ ആയിട്ടാ, നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ ലെമണിന്റെ ഇതില് നാരങ്ങയില് അതിനകത്ത് ഒരു സീരീസ് ഇട്ടുണ്ട്. അവിടെ ഒരു സ്റ്റാറിന്റെ ഉണ്ട് പേരമരത്തിൽ. ഇങ്ങനെ നിറയെ ഇട്ടിട്ടുണ്ട്. ഈ കാണുന്ന ജാമ്പക്ക മരത്തിൽ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ല. ആ കാണുന്ന സപ്പോർട്ടിൽ അവിടെ റംബൂട്ടാൻ, ഇവിടെ ലേസർ ലൈറ്റ് കാര്യങ്ങൾ. ഇനി നമ്മൾ ആ ഭാഗത്തായിട്ടില്ലേ വിനീഷക്ക് എന്താ കണ്ടെന്ന് ഇതിപ്പോ ലൈറ്റ് ഒക്കെ ഇട്ടപ്പോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ. റോണന് അപ്പുറത്ത് കെട്ടിയേക്കണായിരുന്നു. ഇപ്പം താപ്പെട്ടൊന്ന് ഓടി ഇങ്ങനെ വന്നിട്ടില്ല, ഇത് ഇവിടെ വന്നിട്ടില്ലേ
സ്റ്റക്കായി പോയി. ഞാൻ കാണിച്ചിറക്കി വരുന്നത് തുറന്ന് ഇങ്ങനെ വണ്ടിയുണ്ടോ വീട് മാറിപ്പോയാ കൊച്ചിനായ വീട് മാറിപ്പോട്ടത് ഇപ്പൊ എല്ലാം ഏതാണ്ട് അടുത്ത് തിന്നോണ്ടിരിക്കുന്നതാണ് ആ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പുൽക്കൂട് സെറ്റ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ തെനയൊക്കെ പാകിയുണ്ട്, വഴിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അവിടെ ഒരു മല പോലെയൊക്കെ ഇങ്ങനെ പണിയാനുണ്ട്. പുൽക്കൂട് അവിടെ വെച്ചിട്ടുണ്ട്. അതെ. പിന്നെ ഇനി കണ്ടത് ഇതാണ് നമ്മൾ ഈ പ്രാവശ്യം മേടിച്ച ട്രീ. നിങ്ങൾ കണ്ടല്ല, ഇതിനകത്ത് കുറെ എന്താണ് ഒരുപാട് സാധനങ്ങൾ, സാന്റയും ബെല്ലും ബോളും അങ്ങനെ ചെണ്ട അങ്ങനെയുള്ളത്. ഇത് ഇതിനേലും പൊക്കമുണ്ട് കുറച്ചും കൂടി. അത് മടക്കി നമ്മൾ സ്റ്റാർ വെക്കാൻ വേണ്ടി സ്റ്റാറിന്റെ വെയിറ്റ് കൊണ്ട് ഇതിങ്ങനെ മടങ്ങി പോകും. അപ്പൊ ഞാൻ മടക്കി വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഇരുന്നു. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ ഈ ഒരു ചെടിയുണ്ട്, ഈ 2 ചെടിയിൽ ഞാനിപ്പോ ഉദ്ദേശിച്ചത് ഇതിനകത്തും ചെറിയൊരു സീരിയസ് സെറ്റ് മേടിച്ചിടാം എന്ന് വിചാരിച്ചേക്കണ. വേണോ? പിന്നെ മൊത്തം കളറായി പോകും. അപ്പൊ നമ്മള് കൂടിന്റെ അടുത്തോട്ട് ഇത് കിട്ടൂല. കൂടിന്റെ ഉള്ളിൽ ഓൾറെഡി നമ്മള് ചെറിയ ലൈറ്റ് ഇടുമല്ല, ചെറിയൊരു ലൈറ്റ് ഇടും. ഇല്ലടാ, ഞാൻ ഉദ്ദേശിച്ച അങ്ങനത്തെ സീരിയസ് സെറ്റ് ഇടാ. ഇതിനകത്ത് വൈറ്റ് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ കൊള്ളാം. പിന്നെ അതേപോലെ തന്നെ എന്തോ ഞാൻ പറയാൻ വേണ്ടി വന്നിരുന്നത് അത് പറഞ്ഞു. അപ്പോഴാണ് സീരിയസ് സെറ്റ് കയറിയത്. ഇതാണ്ട് നമ്മൾ മേടിച്ചത് ഒരു 6-7 അടി അടുത്തുണ്ട്. ഇതിന് വെറും 750 രൂപ, 700 രൂപ. അത്ര ആയിട്ടുള്ളട്ടാ. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ എല്ലാവരും ചോദിക്കും ഇത്രയും എന്തിനാണ് ഇട്ട് വെച്ചേക്കണേന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. വേറൊന്നുമില്ല, ക്രിസ്മസ് ആണ്. നമ്മൾ ജാനുവരി തൊട്ട് ഡിസംബർ വരെ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു കുഴപ്പവും ഇല്ലാതെ നമുക്ക് ദൈവം അനുഗ്രഹിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ വിനീഷ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ അത്രയും നമ്മുടെ ഉണ്ണീശോനെ വീട്ടിലേക്ക് ആനയിക്കണം. അതുകൊണ്ട് എത്ര അലങ്കരിക്കണോ അത്രയും അലങ്കരിക്കാന്നും പറഞ്ഞ് ഇന്നിപ്പോ കുഴപ്പമില്ലല്ലോ ഇച്ചായി. നമുക്ക് ചെറിയ ചെറിയ കടകൾ ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ലാതെ ലൈഫിൽ പോകാൻ പറ്റണില്ലേ? കഴിഞ്ഞ ജാനുവരി മുതൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് കുറെ ടെൻഷനും ക്യാഷിന്റെ പ്രശ്നവും ഒത്തിരി. ഇപ്പൊ ഈ നിൽക്കണ ഈ നിമിഷം വരെ ക്യാഷിന്റെ പ്രശ്നം ഞങ്ങൾക്ക് കുറെ ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ തരണം ചെയ്തെല്ലാം ചെയ്തത് അല്ലേ, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ്. അതെല്ലാം തരണം ചെയ്തെല്ലാം നമ്മൾ ഇവിടം വരെ എത്തിയത്. അപ്പൊ ആ ഒരു വർഷം നമ്മളെ കെയർ ചെയ്ത് കൊണ്ടുപോയ ഒരു വ്യക്തിയാണ്. അപ്പൊ പുള്ളിക്കാരന്റെ ഉണ്ണി പിറന്ന് വരാൻ പോകുമ്പോ പുള്ളിനെ നമ്മുടെ വീട്ടിലോട്ട് സ്വീകരിക്കണ്ടേ. അപ്പൊ അതിനുള്ളത് നമ്മള് കാത്തു നിൽക്കണം അല്ലെ. അതെ. എന്നുവെച്ചാൽ ഈ വർഷത്തിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ എങ്ങനെ പോയായിരുന്നു. കണ്ടില്ല, നമ്മുടെ ഒരു വണ്ടി നമ്മൾ എടുത്തായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മളൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ ഇപ്പൊ ഒരു 10-13,000 കിലോമീറ്റർ ആയി. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞങ്ങൾ കറങ്ങി. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ആകെ ഇടാത്തത് നമ്മളെ പ്ലാവില് മാത്രമാണ് സീരിയസ് സെറ്റ് ഇടാത്തത്. വിനീഷൊക്കെ അത് ഇടണം. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ മേളിലോട്ട് നമ്മൾ ഇത് രാത്രി നിങ്ങൾ കണ്ടല്ലേ എന്ത് ഭംഗിയായിരുന്നു എന്നുള്ളത്. ഒറ്റൊരു റംബൂട്ടാനുണ്ട്, അത് അതിന് മാത്രം ഇട്ടിട്ടില്ല. അത് മൂലക്കാണല്ലോ, അപ്പം അത് ഇട്ടില്ല. അപ്പൊ എനിക്കൊരു ചെറിയൊരു വിഷമുണ്ട്. അത് മാത്രം ഇങ്ങനെ നിൽക്കുമ്പോ ഇനി അടുത്തോലെ അങ്ങനെ റംബൂട്ടാൻ തന്നില്ലെങ്കില നിങ്ങൾ അവരൊക്കെ കിട്ടുവാണെന്ന് എനിക്ക് കിട്ടുന്നില്ലല്ലോ, എന്നെ മിടുക്കനാക്കിയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത റംബൂട്ടാൻ ഉണ്ടായാലോ. അത് ഞാൻ ഇച്ചാരോട് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ബിനീഷക്ക് അതും വേണോന്ന് പറയാൻ നിൽക്കണല്ല. എനിക്കറിയാലോ ബിനീഷയുടെ ക്യാരക്ടർ എന്താണെന്ന്, സ്വഭാവം. ബിനീഷക്കും എന്റെ പപ്പയുടെ പോലെ എന്റെ വീട്ടിൽ ഒരുപാട് ഇട്ട് വെച്ചേക്കുന്നുണ്ട് പപ്പക്ക് ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ, ഈസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ഇന്ന് പപ്പക്ക് ഇനി ഇതേപോലത്തെ ഒരു ട്രീ മേടിച്ചു കൊടുക്കണം. പിന്നെ സീരിയസ് സെറ്റ് മേടിച്ചു കൊടുക്കണം പപ്പക്ക്. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു സ്റ്റാറിന്റെ സീരിയസ് സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പപ്പ അത് എറണാകുളത്ത് പോയപ്പോ നോക്കി ഇഷ്ടപ്പെട്ടതായിരുന്നു. പക്ഷെ അവിടെ ഭയങ്കര വിലയായിരുന്നു. നമ്മുടെ ചാലക്കുടി വിലക്കുറവാട്ട. അപ്പൊ അതുകൊണ്ട് ഇനി പപ്പക്ക് ട്രീയും 2 സീരിയസ് സെറ്റും അല്ലേ, 2 സീരിയസ് സെറ്റും മേടിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പോയി മേടിച്ചുകൊണ്ടേ കൊടുക്കണം. അത് നല്ലോണം ഇങ്ങനെ വിടർന്ന് ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ട് നിൽക്കും. നമ്മൾ പക്ഷെ നമ്മുടെ ആവശ്യമുള്ള രീതിയിൽ ഒതുക്കി വെച്ചേക്കണേ. കാര്യം ഒരുപാട് വിടർത്തി കഴിഞ്ഞാൽ നമ്മുടെ റോണോന് ഇങ്ങനെ പറിച്ചെടുക്കാനൊക്കെ തോന്നും. ഇപ്പൊ വഴക്ക് പറഞ്ഞേക്കണ ആരെന്തേ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല, അവിടെ ഇരുന്നോളൂന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആള് സൈലന്റ് ആയിട്ട് ഇരിക്കണേണ്. അപ്പൊ എന്തായാലും ഞങ്ങള് ഇനി വീട്ടിലത്തേക്ക് കാണിച്ചു തരാട്ടാ. വീട്ടില് അത് നമ്മൾ വേറൊരു വ്ളോഗായിട്ട് ചെയ്യാം. വീട്ടിലും ഇതേപോലെ തന്നെയാണ് ഇട്ടേക്കണത്. അത് പിന്നെ പപ്പ ഇനി ട്രീ ഒക്കെ സെറ്റ് ചെയ്യല. നമുക്ക് അവിടെ ചെന്നിട്ട് ട്രീ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാലും നമുക്ക് നോക്കാം അല്ലെ. അതെ, പപ്പ ഒറ്റക്ക് ചെയ്യോ അല്ലെങ്കിൽ എന്റെ കൂട്ടോ
ബിനീഷും എന്റെ പപ്പയൊക്കെ ഒരൊറ്റ സ്വഭാവക്കാരാണ്. കാര്യം വെച്ചാൽ എന്തോരം കിട്ടിയാലും മതിയാവൂലെ. പപ്പ അവിടെ കഴിച്ചിടുമ്പോ പപ്പേ അവിടെ കളകളോടെ കേറിയിട്ടുണ്ടെങ്കിലും ആണാ അന്ന് പാടാ നമുക്ക് എറണാകുളത്ത് പോയി അങ്ങനെ മേടിച്ച് അങ്ങനെ ആയിരുന്നിട്ട്. അപ്പൊ അതെ ഇതാണ് നമ്മുടെ ക്രിസ്മസിന്റെ ഒരുക്കങ്ങൾ ഇവിടം വരെ ആയിട്ടുള്ളു. അപ്പൊ നമ്മൾ ഇനി ഈ വീട്ടിൽ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ചെയ്യാനുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതേപോലെ തന്നെ കുറെ നാളെത്തിയിട്ടാണ് ഞങ്ങൾ മൈക്കൊക്കെ വെച്ച് സംസാരിക്കാൻ. അതെ, അതായത് മൈക്ക് ഇവിടെ വാങ്ങി വെച്ചിട്ട് ഇത് സാധനവിലക്ക് വാങ്ങിയതാണ്. നമ്മുടെ ആഷിമ് തന്നതാണ്. അപ്പൊ അത് കുറെ നാളായി ഞങ്ങൾ ഓൺ വോയിസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് എടുത്താണ്. പിന്നെ ഓൺ വോയിസ് ചെയ്യാനുള്ള ഒരു മടി കാര്യങ്ങളൊക്കെ കൊണ്ട് അതങ്ങനെ പിന്നൊന്ന് ഞാൻ പറയാം ഇത് ചട്ടായില്ലേ, ഇതൊന്നും ജീവിച്ചിരിപ്പുണ്ടാവും നോക്കാന്ന് പറഞ്ഞിട്ടൊന്ന് ചാർജ് ചെയ്തിട്ട് ഞങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിയതാണ്. അപ്പൊ എങ്ങനെ ഇട്ടതെന്ന് കൂടി പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് കുറെ നാൾക്ക് മുമ്പാ. അപ്പൊ നിങ്ങൾ പറയാ ഞങ്ങളുടെ ഈ മൈക്കിന്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം ഈ ഒരു മൈക്ക് മേടിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളത് നമ്മൾ പിന്നീട് മേടിക്കും നല്ലതൊക്കെ. ബട്ടണൊക്കെ വാങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഫോൺ മനുണ്ട്. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും അപ്പൊ എന്തായാലും ഓക്കെ ബൈ.